ഗ്രീൻലാൻഡ് കൈവശപ്പെടുത്തുമെന്ന യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആവർത്തിച്ചുള്ള ഭീഷണികൾക്ക് ശക്തമായ മറുപടിയുമായി ഡെൻമാർക്ക് രംഗത്തെത്തി. അമേരിക്ക ഗ്രീൻലാൻഡിനെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ ഡാനിഷ് സൈന്യം ആദ്യം വെടിവെക്കുകയും പിന്നീട് മാത്രമേ ചോദ്യങ്ങൾ ചോദിക്കുകയുമുള്ളൂ എന്ന് ഡെൻമാർക്ക് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. സൈനിക നടപടികൾ സംബന്ധിച്ച പ്രത്യേക നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നിലപാടെന്ന് ഡാനിഷ് മാധ്യമമായ ബെർലിംഗ്സ്കെയോട് മന്ത്രാലയം വിശദീകരിച്ചു. വിദേശ ശക്തികൾ അധിനിവേശത്തിന് ശ്രമിക്കുന്ന സാഹചര്യമുണ്ടായാൽ മുകളിൽ നിന്നുള്ള പ്രത്യേക ഉത്തരവുകൾക്കായി കാത്തുനിൽക്കാതെ തന്നെ സൈനികർ ഉടൻ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ നിയമം നിർദ്ദേശിക്കുന്നത്. 1952 പ്രാബല്യത്തിൽ വന്ന ഈ നിയമപ്രകാരം യുദ്ധപ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ടോ എന്നോ രാജ്യം ഔദ്യോഗികമായി യുദ്ധാവസ്ഥയിലാണോ എന്നോ സംബന്ധിച്ച് ബന്ധപ്പെട്ട കമാൻഡർമാർക്ക് വ്യക്തമായ അറിവില്ലാത്ത സാഹചര്യത്തിൽ പോലും ഉത്തരവുകൾക്കായി കാത്തുനിൽക്കുകയോ സ്ഥിരീകരണം തേടുകയോ ചെയ്യാതെ തന്നെ സൈന്യം ആക്രമണത്തിന് തിരിച്ചടി നൽകണം. രാജ്യത്തിന്റെ പരമാധികാരവും ഭൗമ സമഗ്രതയും സംരക്ഷിക്കുകയാണ് ഈ നിയമത്തിന്റെ മുഖ്യ ലക്ഷ്യം. വെനീസ്വലയെ ആക്രമിച്ചതിന് ശേഷം ഗ്രീൻലാൻഡാണ് അടുത്ത ലക്ഷ്യമെന്ന രീതിയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരാമർശങ്ങൾ നടത്തിയതിന് പിന്നാലെയാണ് ഡാനിഷ് പ്രതിരോധ മന്ത്രാലയത്തിന്റെ ഈ കടുത്ത പ്രതികരണം. ഗ്രീൻലാൻഡ് ഏറ്റെടുക്കുന്നത് അമേരിക്കയുടെ ദേശീയ സുരക്ഷാ മുൻഗണനയാണെന്നും ആർട്ടിക് മേഖലയിലെ അമേരിക്കയുടെ എതിരാളികളുടെ സ്വാധീനം തടയുന്നത് അനിവാര്യമാണെന്നും ട്രംപ് ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുണ്ടെന്ന് വൈറ്റ് ഹൌസ് പ്രസ് സെക്രട്ടറി കരോലിൻ ലീവിറ്റ് നേരത്തെ പറഞ്ഞിരുന്നു. ഇതിനിടയിൽ ഡെൻമാർക്കിന്റെ അംബാസഡർ ജെബ്സർ മോളർ സോറൻസനും യു.എസിലെ ഗ്രീൻലാൻഡിന്റെ പ്രതിനിധി മേധാവി ജേക്കബ് ഇസ്ബോസെറ്റ്സനും വ്യാഴാഴ്ച വൈറ്റ് ഹൌസിലെ ദേശീയ സുരക്ഷാ കൌൺസിലിൽ യു.എസ്. ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തി. ഗ്രീൻലാൻഡിനെ ചുറ്റിപ്പറ്റിയുള്ള നിലവിലെ രാഷ്ട്രീയ സൈനിക സാഹചര്യങ്ങൾ ഈ ചർച്ചയിൽ പ്രധാന വിഷയമായതായാണ് സൂചന. ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് അമേരിക്കയുടെ അധീനതയിലാകണമെന്ന് പ്രസിഡന്റ് ട്രംപ് 2019 മുതൽ തന്നെ തുറന്നു പറയുന്നുണ്ട്. ഇതിനു പുറമെ സൈനിക ശക്തി ഉപയോഗിച്ചും ഗ്രീൻലാൻഡ് കൈവശപ്പെടുത്താമെന്ന ഭീഷണിയും ട്രംപ് പലവട്ടം ഉയർത്തിയിട്ടുണ്ട്. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ ദ്വീപായ ഗ്രീൻലാൻഡ് വിൽപ്പനയ്ക്കുള്ളതല്ലെന്നും അതിന്റെ പരമാധികാരം ചർച്ചാ വിഷയമാകില്ലെന്നും ഡെൻമാർക്ക് സർക്കാർ ആവർത്തിച്ചു വ്യക്തമാക്കിയിട്ടുണ്ട്. ഗ്രീൻലാൻഡിന്റെയും ഡെൻമാർക്കിന്റെയും ഭൗമ സമഗ്രതയും സ്വതന്ത്രതയും മാനിക്കണമെന്ന് ആവശ്യപ്പെട്ട് യൂറോപ്യൻ നേതാക്കൾ സംയുക്ത പ്രസ്താവനയിലൂടെ പ്രസിഡന്റ് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഗ്രീൻലാൻഡിനെതിരായ ഏതൊരു യു.എസ്. സൈനിക നടപടിയും നാറ്റോ സഖ്യത്തിന്റെ അടിസ്ഥാന തത്വങ്ങൾക്കും രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട ആഗോള സുരക്ഷാ സംവിധാനത്തിനും വലിയ ഭീഷണിയാകുമെന്ന മുന്നറിയിപ്പും യൂറോപ്യൻ രാജ്യങ്ങൾ ഉന്നയിച്ചു. ഡാനിഷ് പ്രധാനമന്ത്രി മെറ്റ് ഫെഡറിക്സനും ഈ വിഷയത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഗ്രീൻലാൻഡിനെതിരായ യു.എസ്. ആക്രമണം നടപ്പായാൽ അത് നാറ്റോ സഖ്യത്തിന്റെയും രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം രൂപപ്പെടുത്തിയ സുരക്ഷാ ഘടനയുടെയും അവസാനത്തിന് തുല്യമാകുമെന്ന് ട്രംപിനെ നേരിട്ട് അറിയിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. ചുരുക്കത്തിൽ ഗ്രീൻലാൻഡിനെ ചുറ്റിപ്പറ്റിയുള്ള ട്രംപിന്റെ പ്രസ്താവനകൾ ഒരു നയതന്ത്ര തർക്കത്തെ മറികടന്ന് അന്താരാഷ്ട്ര സുരക്ഷയെ തന്നെ ചോദ്യം ചെയ്യുന്ന വിഷയമായി മാറിയിരിക്കുകയാണ്. ഇതിന് ശക്തമായ മറുപടിയുമായി ഡെൻമാർക്കും യൂറോപ്യൻ രാജ്യങ്ങളും രംഗത്തെത്തിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.